നമസ്കാരം. ഞാൻ ബബിത റിയാസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഇൽനസ്, മാനസികാരോഗ്യവും മാനസിക രോഗവും, ഈ രണ്ട് വാക്കുകൾ ചിലർക്കെങ്കിലും കൺഫ്യൂസിംഗ് അല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെന്റൽ ഹെൽത്ത് എന്നാൽ ഒരു വ്യക്തി എങ്ങനെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്ട്രെസ്സിനെയും ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മെന്റലി ഹെൽത്തിയായ വ്യക്തിക്ക് ലൈഫിലുള്ള ചലഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പുകളെ മെയിൻറ്റെയിൻ ചെയ്യുവാനും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുവാനും സാധിക്കും. മെന്റൽ ഹെൽത്ത് എന്നത് ഒരു ഡെയിലി വർക്കൗട്ട് പോലെയാണ്. നല്ല ഉറക്കം, എക്സസൈസ്, മെന്റൽ ഹെൽത്ത് ബ്രേക്സ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. എന്താണ് മെന്റൽ ഇൽനസ്? ഇതൊരു രോഗാവസ്ഥയാണ്. വളരെ സ്പെസിഫിക് ആയ സിംറ്റംസ് ഇതിനുണ്ടാകും. ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, ആക്ട് ചെയ്യുന്നു എന്നതിലുപരി ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെയും റിലേഷൻഷിപ്പിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും വരെ ഇത് ബാധിച്ചേക്കാം. ഡിപ്രഷൻ, ആൻസൈറ്റി ഡിസോർഡർ, OCD, ബൈപ്പോളർ തുടങ്ങിയവയെല്ലാം മെന്റൽ ഇൽനസിന്റെ കീഴിൽ വരുന്നതാണ്. ഇതൊരിക്കലും ഒരു വ്യക്തി വീക്ക് ആയതുകൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽ ഇംബാലൻസോ സ്ട്രെസ്സോ ലൈഫിലുണ്ടായ ട്രോമയോ ഒക്കെ ആകും ഇതിന് കാരണം. മറ്റേത് ഹെൽത്ത് ഇഷ്യൂ പോലെയും ഇതിന് കൃത്യമായ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ആവശ്യമാണ്. മെഡിസിനിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഓർക്കുക, മെന്റൽ ഹെൽത്ത് എന്നത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. എന്നാൽ മെന്റൽ ഇൽനസ് ട്രീറ്റ്മെന്റ് ആവശ്യമായ ഒരു രോഗാവസ്ഥയാണ്. ഇവയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനും ഇത്തരം ഇഷ്യൂസ് ഉള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അവരവരുടെ മെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാനുമാണ്.